ഹലോ കൂട്ടുകാരെ, ഇന്ന് 4ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു സ്ഫിയറാണ് വരയ്ക്കാൻ പോകുന്നത്. അതായത് ഒരു 2D ഉള്ള ഒരു സർക്കിളിനെ എങ്ങനെ അത് 3D ആക്കി മാറ്റാം എന്നാണ് നമ്മളത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും പെൻസിലൊക്കെ നന്നായി ഷാർപ്പൻ ചെയ്തിട്ട് വേണം എപ്പോഴും വരയ്ക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. നമ്മൾ സാധാരണ ഷാർപ്പനർ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതേപോലത്തെ നൈഫ്, തെർമോക്കോളൊക്കെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നൈഫ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യായിരിക്കും എപ്പോഴും നല്ലത് പെൻസിൽ ചെത്താനായിട്ട്. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ എപ്പോഴും പാരൻസിന് എന്തോ പറഞ്ഞ് അത് കൈയൊന്നും മുറിക്കാതെ അങ്ങനെ ചെത്തിത്തരാനായിട്ട് പറയാം. നിങ്ങൾ തന്നെ ചെത്താൻ നിൽക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളത് ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ആദ്യം നമ്മൾ നല്ല ഡാർക്കിൽ വരയ്ക്കണം. ലൈറ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഫ്രീ ഹാൻഡായിട്ടൊന്ന് ജസ്റ്റ് വരച്ച്. നമ്മൾ കഴിഞ്ഞ ദിവസം എക്സസൈസൊക്കെ റൗണ്ട് വരയ്ക്കുന്ന എക്സസൈസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾ വരയ്ക്കാൻ നോക്കുക, കോമ്പസ് ഒന്നും യൂസ് ചെയ്യാതെ. എന്നിട്ട് അതിനെ ഇനി എങ്ങനെ ഒരു 3Dയിലേക്ക് മാറ്റാം, ഷെയ്ഡ് ചെയ്തിട്ട് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ലൈറ്റ് വരുന്ന ഇവിടെ നമ്മളൊരു ലെഫ്റ്റ് സൈഡിലാണ് ലൈറ്റ് ഉള്ള പോലെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് ഇത്തിരി ഡാർക്ക് ഷെയ്ഡായിരിക്കും കൂടുതലായിട്ടും വരിക. അപ്പോൾ ഇതിൽ നോക്കുക, ഈ സർക്കിൾ വരച്ചിട്ട് ഇതിൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ആ മുകളിൽ കണ്ടില്ലേ, അവിടെ നമ്മൾ ലൈറ്റ് അവിടെ അധികം ഷെയ്ഡ് ചെയ്യില്ല. ലൈറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ അധികം ഷെയ്ഡ് ചെയ്യില്ല. ഡാർക്ക് വരുന്ന ഭാഗത്തും ഇത് താഴെ ഈ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന പോലെ താഴെ ഇരിക്കുന്ന ഭാഗത്തും നമ്മൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് അത് അതിൻ്റെ ആ ഒരു 3 ഡയമെൻഷനിൽ വരണമെങ്കിൽ ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്നുള്ള ഒരു പാർട്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു 3 ഡയമെൻഷനിലായിട്ട് തോന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇത്തിരി സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത്. കൂടുതൽ നേരം ഇതാകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. കാരണം നിങ്ങളത് എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ ആദ്യം ചെറിയ ഷെയ്ഡിലുള്ള 4B 6B പെൻസിൽസൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അത് ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ ഡെപ്തിലേക്ക് പോകുമ്പോൾ 8B 10Bയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതേപോലൊരു ഗോളം വരച്ചിട്ട് റൗണ്ട് വരച്ച് അതിനെ ഷെയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓരോ ദിവസത്തെ ക്ലാസ്സുകളും നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമ്മളൊരു 30 ഡേയ്സ് ക്ലാസ്സാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സീരീസിൽ, ഷെയ്ഡിങ്ങിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കളറിങ്, പെയിൻറ്റിങ് അങ്ങനെ മറ്റ് സെക്ഷനിലേക്ക് പോവുക. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെ തന്നെ ഓരോ ദിവസം ഇടുന്ന വീഡിയോയിലും നിങ്ങൾ പരമാവധി വരയ്ക്കാൻ നോക്കുക. ഇതുപോലെ തന്നെ വരച്ച് ഷെയ്ഡ് ചെയ്ത് കുറച്ച് സമയം എടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഷെയ്ഡ് ചെയ്ത് നിങ്ങളൊരു തുടക്കക്കാരാകുമ്പോൾ കുറച്ച് സമയം എടുക്കും ഈ പെൻസിൽ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ. പിന്നെ നമ്മൾ ബ്ലെൻഡറൊന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ബ്ലെൻഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ തുടക്കം തന്നെ ബ്ലെൻഡർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ വരയ്ക്കണ ഷെയ്ഡ്